അങ്കമാലിയിൽ വീടിന് തീ പിടിച്ച് 4 പേർ വെന്തു മരിച്ചു. ദമ്പതികളും 2 മക്കളുമാണ് മരിച്ചത്. ബിനീഷ്, അനു എന്നിവരും 2 മക്കളുമാണ് മരിച്ചത്. അങ്കമാലി പറക്കുളത്താണ് സംഭവം. ജാതിക്ക ഉണക്കുന്ന ഡ്രയറിൽ നിന്നാണ് വീട്ടിലേക്ക് തീ പടർന്നത്. സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, എപ്പോഴാണ് ഈ അതിദാരുണമായ സംഭവം ഉണ്ടായത്? രജനി, ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവുന്നത്. ഇത് ഇരുനില കെട്ടിടമായിരുന്നു. അതിന്റെ മുകളിലത്തെ നിലയിൽ ഉറങ്ങിക്കിടന്നിരുന്ന ദമ്പതികളും അവരുടെ 2 മക്കളുമാണ് മരണപ്പെട്ടത്. ബിനീഷ്, അനു എന്ന ദമ്പതികളും അവരുടെ മക്കളായ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയും UKGയിൽ പഠിക്കുന്ന ആൺകുട്ടിയുമാണ് മരണപ്പെട്ടത്. ഇത് എങ്ങനെയാണ് തീ പടർന്നതെന്ന് സംബന്ധിച്ച് ഇതുവരെയും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഇവരുടെ വീടിന് പിന്നിലായി ജാതിക്ക ഉണക്കുന്നതിനുള്ള ഡ്രയർ ഉണ്ടായിരുന്നെങ്കിലും അത് അവിടെ തീ പടർന്നിട്ടില്ല എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പോൾ മറ്റെന്തെങ്കിലും കാരണമാവാം തീ പിടുത്തത്തിനെന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ വീടിന്റെ താഴത്തെ മുറിയിൽ അമ്മ ഉണ്ടായിരുന്നു. അമ്മ എന്നാൽ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. പ്രഭാത സവാരിക്ക് പോയ ആൾക്കാരാണ് ഇങ്ങനെ തീ പടരുന്നത് കണ്ട് തുടർന്ന് ഫയർഫോഴ്സിനെയും മറ്റും വിവരം അറിയിക്കുകയായിരുന്നു. ഫയർഫോഴ്സ് നാട്ടുകാർ ഓടിക്കൂടിയതിന് ശേഷമാണ് വീട്ടിൽ ഉറങ്ങിക്കിടന്നിരുന്ന അമ്മ വിവരം അറിയുന്നത്. ഫയർഫോഴ്സ് എത്തി തീ അണച്ച് അകത്ത് കടന്നപ്പോഴത്തേക്കും 4 പേരും വെന്തു മരിച്ചിരുന്നു എന്നതാണ് അറിയാൻ കഴിയുന്നത്. ഇനിയും പോലീസിന്റെയും ഫോറൻസിക്കിന്റെയും അടക്കമുള്ള പരിശോധനകൾ നടക്കണം. അതിനുശേഷം മാത്രമേ എന്താണ് അപകട കാരണം എന്നത് സംബന്ധിച്ചൊരു വ്യക്തത ഉണ്ടാവൂ. രജനി, സുധീഷ്, അപ്പോഴും ഈ ജാതിക്ക ഡ്രയറിൽ നിന്നാണ് തീ പടർന്നത് എന്ന് പറയുമ്പോഴും അവിടെയും ഒരു ദുരൂഹത നിലനിൽക്കുന്നു എന്ന് തന്നെ പറയാം. കാരണം ഇവരുടെ വീടിന് ഫ്രണ്ടിലാണ് ഈ ഒരു സ്ഥാപനം നിൽക്കുന്നത്. മാത്രമല്ല, ഈ ഷോർട്ട് സർക്യൂട്ട് കാരണമാണോ ഇത്തരമൊരു അപകടം ഉണ്ടായതെന്നുകൂടെ ഇനി നമുക്ക് അറിയേണ്ടതില്ലേ? രജനി, അത്തരം എന്താണ് ഒരു അപകട കാരണം എന്നത് സംബന്ധിച്ച് വിശദമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. നിലവിൽ ആദ്യം ഒരു ധാരണ ഉണ്ടായിരുന്നത് ഡ്രയറിൽ നിന്നാണ് തീ പടർന്നതെന്നാണ്. എന്നാൽ ഇപ്പോൾ അതിനുള്ള സാധ്യത അധികൃതരും മറ്റും തള്ളിക്കളയുകയാണ്. ആ ഭാഗത്തേക്ക് തീ പടർന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അത്തരം ഒരു സാധ്യത കുറവാണ് എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തു തന്നെയായാലും വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായത്. ഇത് അങ്കമാലി കോടതിക്കടുത്തുള്ള പ്രദേശമാണ്. അവിടെ ഇവർക്ക് ജാതിക്ക ഉണക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ നിന്നും തീ പടരാനുള്ള സാധ്യത ഇല്ല എന്നൊരു വിലയിരുത്തലിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. രജനി, ശരി. അങ്കമാലിയിൽ വീടിന് തീ പിടിച്ച 4 പേർ വെന്തു മരിച്ചു. ദമ്പതികളും 2 മക്കളുമാണ് മരിച്ചത്. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.